ശ്രീമന്നാരായണീയം ദശകം 28 ലക്ഷ്മീ സ്വയംവരവും അമൃത പ്രാദുർഭാവവും. ശ്ലോകം 10. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. തരുണാംബുധസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ. അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുദാലയേശ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പാലാഴിയിൽ നിന്ന് വാരുണീദേവി, ഇവിടെ വാരുണി മദ്യം, ആ മദ്യത്തിൻ്റെ അധിഷ്ഠാന ദേവത മദ്യവുമായിട്ട് പുറത്തേക്ക് വന്നു. ഭഗവാൻ ആ എല്ലാവരിലും ലഹരി ഉണ്ടാക്കുന്ന, ആഗ്രഹം ജനിപ്പിക്കുന്ന ആ മദ്യത്തെ വളരെ അധികം ബഹുമാനത്തോടെ ആ അസുരന്മാർക്ക് അങ്ങോട്ട് കൊടുത്തു. ഇനി അതിനുശേഷം തഥാ അപ്പോൾ തരുണ അംബുധ സുന്ദര, പുതുമേഘത്തിന്റെ, ഇവിടെ തരുണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൗവനത്തിൽ നിൽക്കുന്ന ആ ഒരു പ്രായം. അപ്പൊ ഇവിടെ പുതിയതായിട്ടുള്ള മേഘം, അതുകൊണ്ടാണ് അവിടെ തരുണ അംബുദം എന്ന് പറഞ്ഞ മേഘം. അപ്പൊ ആ പുതിയ മേഘത്തിന്റെ സുന്ദര, അഴകാർന്ന, ആ മേഘത്തിന്റെ ഭംഗിയോടുകൂടിയ, മേഘത്തിന്റെ നിറത്തോടുകൂടിയ ത്വം നനു, നിന്തിരുവടി തന്നെ, ഭഗവാൻ തന്നെ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ, കരാഭ്യാം, ഇരു കരങ്ങളാലും ഇരു കൈകളാലും, കലശേ, കലശം കുടം, ഇവിടെ സ്വർണക്കുടമാണ്. ആ സ്വർണക്കുടത്തില് അമൃതം വഹൻ, അമൃത് വഹിച്ചുകൊണ്ട്, എന്തിക്കൊണ്ട്, പുതിയ മേഘത്തിന്റെ നിറത്തോടു കൂടിയ സുന്ദരനായ ഭഗവാൻ തന്നെ ഇവിടെ രണ്ട് കൈകളിലും സ്വർണക്കുടത്തില് അമൃതവുമായിട്ട് അംബുരാശേ, പാലാഴിയിൽ നിന്ന് ധന്വന്തരി മൂർത്തിയായിട്ട് ഉത്ഥിത, പൊങ്ങി വന്നു. അമൃത കലശവുമേന്തി വന്ന ഈ ഭഗവാന്റെ ഈ അവതാരം ധന്വന്തരി മൂർത്തിയാണ്. അങ്ങനെ പാലാഴിയിൽ നിന്ന് അമൃതവുമായിട്ട് ഭഗവാൻ ധന്വന്തരിയുടെ രൂപത്തില് അവതരിച്ചു. ഹേ മാരുതാലേശ, ശ്രീ ഗുരുവായൂരപ്പ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ആ നിന്തിരുവടി അഖിലാർത്തിം ഹര, എല്ലാ ദുഃഖങ്ങളെയും, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കണമേ എന്നിവിടെ മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. തൃക്കയ്യില് അമൃതകുംഭവുമായിട്ട്, അമൃത നിറച്ച സ്വർണക്കുടവുമായിട്ട് പാലാഴിൽ നിന്ന് പൊങ്ങി വന്ന ആ ധന്വന്തരി മൂർത്തിയുടെ രൂപത്തില് ഗുരുവായൂരപ്പനെ ഇവിടെ മേൽപ്പത്തൂര് കാണുകയാണ്. തനിക്ക് വാദരോഗശാന്തി നൽകണമേ എന്ന് മാത്രമല്ല, തൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കണമേ എന്നിവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ അവതാരമൂർത്തിയായ ധന്വന്തരി മൂർത്തിയോട്, ധന്വന്തരി ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും രോഗശാന്തിയും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനവും നൽകി അനുഗ്രഹിക്കണമേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.